മോനെ ജോലി, നീ വന്നോ? പിന്നെ ആരുടെ ശബ്ദമാണ് ഞാൻ കേട്ടത്? അവൻ എന്തോ സംഭവിച്ചതുപോലെ. സമയം എത്രയായി? നേരം വൈകിയല്ലോ. അവൻ ഇതുവരെയും തിരികെ എത്തിയില്ലല്ലോ. മനസ്സിന് എന്തോ പോലെ. ആരാ അത്? ജോണി മോനാണോ? ആ, ജോണിയാണോ? ജോണി, എന്താടാ നീ കരയുന്നത്? ജോണി എന്തിയേ? എന്റെ കൊച്ചെന്തിയേ? എങ്ങോട്ട് പോയി? വെള്ളം കൂടി കാല് വെച്ച് ഓടിക്കൊണ്ടുപോയി. ജോലി പോയി അമ്മച്ചി. നീ കണ്ടോ? ഇല്ല, നീ നുണ പറയുന്നതാ. എന്റെ കൊച്ചിനൊന്നും സംഭവിക്കില്ല. അവൻ തിരിച്ചു വരും. അവന് നീന്തലറിയാം. അവൻ തിരിച്ചു വരും. അല്ല അമ്മച്ചി, ജോലി പോയി. അല്ല, നീ നുണ പറയുകയാ. എന്റെ കുട്ടിക്ക് ഒന്നുമില്ല. അവന് നീന്താനറിയാം. ഞാനാ നീന്തൽ പഠിപ്പിച്ചത്. അവൻ തിരിച്ചു വരും. എന്റെ കൊച്ചി എന്നോട് പറയാതെ എങ്ങും പോവില്ല. ജോർജ് കുട്ടി അപ്പുറത്ത് വീട്ടിലുണ്ടല്ലോ. എന്റെ കൊച്ചിന് എന്തെങ്കിലും പറ്റിയാൽ അവൻ അറിയുമല്ലോ. അവൻ സത്യം പറയും. ജോർജ് കുട്ടി, ജോർജ് കുട്ടി, ജോർജ് കുട്ടി. പോയി. ഞാനാ അതിന് കാരണം. ജോലിയെ നീ എവിടാ? ജോലി നീ ജോണി, നിനക്കെങ്കിലും എന്നെ രക്ഷിക്കാമായിരുന്നില്ലടാ. ജോലി, എനിക്ക് ജോലി ആരൊക്കെയോ വലിച്ചെറിഞ്ഞ് കുപ്പിയുടെയും പ്ലാസ്റ്റിക്കിന്റെ ഇടയിൽ കിടന്ന് ചെയ്യാനും മുങ്ങിത്താഴാനും അല്ലടാ നമുക്ക് വിധി. നമ്മള് തോട്ടിയുടെ മക്കളായതുകൊണ്ടാണോടാ ഇങ്ങനെയൊക്കെ? തോട്ടിയുടെ മകൻ എന്നും തോട്ടി തന്നെ. ഇവരാ നമ്മളെ ചപ്പിച്ചവർ കൊണ്ട് മൂടിക്കളയുന്നവര്. ഇവരാ നമ്മളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാക്കൊല ചെയ്യുന്നവര്. എന്തിനു വേണ്ടിയാ എന്റെ കൂട്ടുകാരനെ കൊന്നത്? പറ, എന്തു ദ്രോഹം ചെയ്തിട്ടാ എന്റെ കൂട്ടുകാരനെ കൊന്നത്? എന്താ നാവില്ലേ? അതെങ്ങനാ? നിങ്ങൾ പറയുന്നതൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. എല്ലാവർക്കും എന്നാ പോയി അല്ലേ? ഏതോ ഒരു തെണ്ടി ചാത്തു. അത്രേ ഉള്ളൂ. എല്ലാവരും ഒരു ദിവസം മരിക്കേണ്ടതല്ലേ? ഒരു ദിവസം ഞാൻ മടുത്തു. ഇവരുടെയൊക്കെ എച്ചിലുവായി ഞാൻ മടുത്തു. ഇതിലും ഭേദം മരിക്കുന്നതാ. മറ്റുള്ളവരുടെ വേസ്റ്റ് വാരാനല്ലാതെ
നമ്മളെ കൊണ്ടൊക്കെ ഇവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോടാ? എടാ ജോയിയെ, നിന്നെ ഇങ്ങനെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി ആയിരുന്നോടാ അന്ന് നീ എന്നെ രക്ഷിച്ചത്? ഞാനും വരുവാ നിന്റെ അടുത്തേക്ക്.